വിശിഷ്ടാതിഥികളെ, ഇവിടെ നിന്ന് ചേർന്ന നിങ്ങളെല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ കുറേ പേർക്കൊക്കെ അറിയാം, എങ്കിലും ഒരുപാട് അറിയാത്ത ആൾക്കാരുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് പേരൊക്കെ എനിക്ക് പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അത് ഞാൻ പറഞ്ഞേക്കാൾ മുന്നേ ബോംബെയിൽ ഉണ്ടായിരുന്നവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ സന്തോഷം എന്നുള്ളൊരു സന്ദർഭമാണത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോയി കല്ലേരി, മണ്ണുത്തിയിലാണ് എൻ്റെ വീട്. ഞാൻ 19 വർഷത്തോളമായിട്ട് ഏകദേശം 19 വർഷത്തോളമായിട്ട് ഞാൻ ഐ ബാങ്കിലത്തെ വളണ്ടിയറായിട്ട് ഞാൻ സേവനം ചെയ്യുകയാണ്. ഞാൻ ഇത് മുന്നേ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു സംഘടനയിൽ നിന്നാണ് ഒരാൾ തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് അതിനെക്കുറിച്ചൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ അത് ഒരു ഇടയ്ക്കാണ് നിർത്തിയപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാൾ മരിക്കണത്. ആ മരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ആശയം എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഞാൻ മകനോട് ഞാൻ പറഞ്ഞു, സിജോ എന്നാണ് പേര്, അച്ഛൻ്റെ കണ്ണുകൾ നമുക്ക് ദാനം ചെയ്തുകൂടെ? കണ്ണുകൾ തുറന്ന് ഒരു പാടം മാത്രം എടുത്ത് കണ്ണുകൾ അതിനെ അടച്ചു വയ്ക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ നേത്രദാനം. പ്രിയമുള്ളവരെ, ഞാൻ 19 വർഷത്തോളമായിട്ട് എല്ലാ ഹോസ്പിറ്റലായിട്ട് സഹകരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അപ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ ദാനം ചെയ്തുകൂടെ ഇങ്ങനെയുള്ള കാര്യം. ഇപ്പോൾ അത് ആൾ വളരെ സന്തോഷത്തോടെ എന്നെ സമീപിച്ചു. ആളോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഈ ആദ്യമായിട്ട് എൻ്റെ നേത്രദാനം നടത്തുന്നത് തൊട്ടടുത്തുള്ള ഒരു ചേട്ടൻ്റെയാണ്, എൻ്റെ സുഹൃത്തിൻ്റെ അപ്പൻ്റെയാണ്. അപ്പോൾ അദ്ദേഹം പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ അത് വലിയൊരു നല്ല കാര്യമാണല്ലോ. നമുക്ക് കണ്ണുകളുടെ വില നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം ഞാൻ ഇതിൽ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഉണ്ണിയുടെ കാഴ്ചയ്ക്ക് ഒരു അല്പം പ്രോബ്ലമായിട്ട് കണ്ണിൻ്റെ കാഴ്ച കുറേ നഷ്ടപ്പെട്ടതായിട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അദ്ദേഹം അന്ന് ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഞാൻ ഓർക്കുക കഴിഞ്ഞാൽ, ഈ റോഡിൻ്റെ സൈഡിലുള്ള വെള്ളവര കണ്ടിട്ടാണ് ഞാൻ നടക്കുന്നത്, അതുമാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. അപ്പം ഞാൻ ആലോചിക്കുക, ഭയങ്കര ഒരു സംഭവമാണ് അത്. വെള്ളവര മാത്രം കാണുന്ന രീതിയിലാണ് അവൻ്റെ കാഴ്ചയുള്ളത്. ഇപ്പോഴും ഉണ്ണി ഇവിടെ ഇരിക്കുന്നുണ്ട്. അന്ന് ഞാൻ ഈ വാക്ക് പറഞ്ഞ് ഞാൻ ഓർക്കുമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം കണ്ണിൻ്റെ വില. ഇപ്പോൾ ഞാൻ ഈ നേത്രദാന മേഖലയിൽ വർക്ക് ചെയ്യുന്നിടത്തോളം പല അനുഭവങ്ങളും ഉണ്ടായില്ലേ. ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഒരു വ്യക്തി പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പെങ്ങൾ ജീവിച്ചിരിക്കത്തിൽ ഒരുപാട് വേദന തിന്നിട്ടാണ് മരിച്ചിട്ടുള്ളത്, ഇനി ഞാൻ വേദന തിന്നാൻ സമ്മതിക്കില്ല. അപ്പോൾ നോക്കിയാൽ മരിച്ചു കിടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും അതിനോടുള്ളൊരു നല്ലൊരു മനോഭാവത്തോടില്ല. എൻ്റെ അനുഭവത്തിൽ ഒരു വീട്ടിൽ നിന്ന് തള്ളി പറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ പല സ്ഥലങ്ങളിലും ഈ നേത്രദാനത്തിന് ആദ്യം എതിര് നിന്നിട്ട് പിന്നെ സമ്മതിച്ച വ്യക്തി ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എന്നോട് വളരെ സന്തോഷത്തോടെ തന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞാൽ നന്ദി പറഞ്ഞു. ജോയി, നീ അന്ന് പറഞ്ഞ കാരണം കൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചു. അതിന് നിന്നോട് ഞാൻ പ്രത്യേകം ഒരു നന്ദി പറയണു എന്ന് പറഞ്ഞിട്ട് എത്രയോ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിച്ചിട്ടുണ്ടെന്നറിയാം. അനുഭവം. പക്ഷേ പലരും ഇതിനെ താല്പര്യം കാണിക്കാതെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് അവർ വന്ന് പറയും, ജോയി, ഞാൻ അങ്ങനെ കാരണം കൊണ്ടായിരുന്നു നിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞ് സമ്മതിക്കാഞ്ഞത്, അപ്പോൾ സോറിയിട്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പം അവന് തോന്നുന്നു അവർ കുറക്കാമെന്ന്. എൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരൻ്റെ കുറക്കായിരുന്നു എന്ന്. പക്ഷെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ നമ്മൾ ഈ മണ്ണിലും തീയിലും നശിപ്പിച്ച് കളയുന്ന ഒരു കണ്ണുകളെ കൊണ്ട് കണ്ണിൻ്റെ ഒരു പാട, അത് പ്രൊസീജിയറിൽ ഞാൻ പറയാൻ ഞാൻ താഴെ ഇത് എടുത്ത് ഒരാൾക്ക് കാഴ്ച കൊടുക്കുന്ന ഒരു ഇതിന് നമ്മൾ അംഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേലും വലിയ പുണ്യം ഉണ്ടാവും. ഇതിനേലും വലിയ പുണ്യമില്ല. നമുക്ക് നേത്രദാനം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഒരു ഏതാനും ചെറിയ വാക്കുകളെ കൊണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ദാനങ്ങളിലെ ഏറ്റവും വലിയ ദാനമാണ് നേത്രദാനം, സ്നേഹദാനം എന്നൊക്കെ നമുക്ക് അതിനെ പേരിട്ട് വിളിക്കാം. നമ്മൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ 3 ലക്ഷം പേരാണ് നമ്മുടെ ഇന്ത്യയിൽ കണ്ണ് കാണാതെ ഈ നേത്രപടല ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. എല്ലാ ആശുപത്രിയിൽ കുറച്ച് നാൾ മുന്നേ എൻ്റെ ഒരു കൂട്ടുകാരൻ പോയിപ്പോൾ അവിടുത്തെ നമ്പർ 18ാം നമ്പറാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് അവിടെ ഇട്ടിട്ടുള്ളത്. പേര് രജിസ്റ്റർ ചെയ്ത് ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ. അദ്ദേഹം അതൊരു ഫോട്ടോ എടുത്തിട്ട് അത് ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിൽ തന്നെ 18 പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ എല്ലാ ആശുപത്രിയിലും ഇത്രയും ഏകദേശം റേഞ്ചിലുള്ള ഓൾ ഇന്ത്യയിലാണ് 3 ലക്ഷം പേര്. 25,000 ശസ്ത്രക്രിയകൾ മാത്രം ഒരു വർഷം നമ്മുടെ ഇന്ത്യയിൽ നടക്കണുള്ളൂ. ആ സ്ഥാനത്ത് 2,70,000 പേര് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്.
അതിനുള്ള ഇരട്ടി ആൾക്കാർ മരിക്കുന്നുണ്ട്. പക്ഷേ യാദൃശ്ചികം ഒന്നും പ്രയോജനപ്പെടുത്താൻ നമുക്ക് ആർക്കും സാധിച്ചിട്ടില്ല. ഒന്നിലേക്ക് കഴിഞ്ഞാൽ ഇടപെടാനായിട്ട് ആൾക്കാരില്ല, അല്ലെങ്കിൽ ആൾക്കാർ ഇടപെട്ടാലും അവർ സമ്മതിക്കുന്നില്ല. പിന്നെ നമുക്ക് അറിയാം കണ്ണിൻ്റെ വിലയെ കുറിച്ചിട്ട് ഒരുപാട് കൃഷ്ണമണി പോലെ കരുതണം, ശരീരത്തിൻ്റെ വിളക്കാണ്, ദൈവം തന്ന കനവിളക്കാണ്. പിന്നെ നമ്മുടെ വാസന്തി ലക്ഷ്മി പറഞ്ഞ അതിൽ നമ്മുടെ മണി ഒരു അന്ധനുണ്ടാവുന്ന വിഷമങ്ങൾ, വേദനകൾ, ജീവിതങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു ചിത്രമാണ് വാസന്തി ലക്ഷ്മി. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു സാധനത്തിൻ്റെ വില അറിയുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മുടെ ഒരു സാധനത്തിൻ്റെ വില അറിയുന്നത് ഒരു വസ്തുക്കളിലേക്ക് വേണ്ടി ഒരു കാറാണ് ചെയ്യുന്നത്. നമ്മൾ അത് കിട്ടാത്ത അവസ്ഥ, ഇല്ലാത്ത അവസ്ഥയിൽ ഭയങ്കര വിലയായിരിക്കും നമുക്ക് കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് നഷ്ടപ്പെടുമ്പോൾ ഭയങ്കര വിലയായിരിക്കും. ഉള്ളതിന് നമ്മൾ ആരും വില കൊടുക്കില്ല. ഈ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നമുക്ക് കിട്ടിയാലെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര വിലയായിരിക്കും. പക്ഷേ അത് ഉള്ള സാധനം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് ഭയങ്കര നഷ്ടമാണത്. അത് നമ്മളുള്ള അവസ്ഥയിൽ നമ്മുടെ വില നമ്മൾ കണക്കാക്കാനായിട്ട് അതേപോലത്തെ ഒരു വേദനയാണ് ഒരു കണ്ണ് കാണാത്തൊരു വ്യക്തി അനുഭവിക്കുന്നതെന്ന് നമുക്കത് മനസ്സിലാക്കണം നമ്മൾ. പിന്നെ മരണശേഷം ദാനം ചെയ്യാൻ പറ്റുന്ന ഒരു അവയവം കണ്ണിൻ്റെ നേത്രപടലാണ്. നിങ്ങൾക്കറിയോ, ഹൃദയം, കിഡ്നി, ലിവർ ഇതൊക്കെ മിനിറ്റുകൾക്കും സെക്കൻഡുകൾക്കകം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എക്സ്പയർ ആവും. പക്ഷെ കണ്ണിൻ്റെ ടൈം എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും അറിയോ കണ്ണിന് നേത്രദാനം ചെയ്യേണ്ട എത്ര ടൈമിൻ്റെ ഉള്ളിൽ ചെയ്യണം എന്നുള്ളത്? 6 മണിക്കൂറുണ്ട് നമുക്ക്. അത് ദൈവം തമ്പുരാൻ വലിയൊരു പദ്ധതി കൂടിയിട്ട് സൃഷ്ടിച്ചതെന്ന് എൻ്റെ അഭിപ്രായത്തിൽ. അതായത് വേറെ ഒരു സാധനത്തിനും ഇത്ര ടൈമില്ല. കണ്ണിൻ്റെ പാടം എടുക്കാനായിട്ട് 6 മണിക്കൂർ സമയമുണ്ട്. ഫ്രീസറിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്കൂറുണ്ട്. അത് ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലെങ്കിലും നിങ്ങൾ നേത്രദാനം ചെയ്യേ, മറ്റുള്ളവരെ വേദന മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് കാഴ്ച കൊടുക്കാൻ നിങ്ങളൊരു മാധ്യമമാവ് എന്നുള്ള രീതി കൊണ്ട് വെച്ചിട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 6 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കാൻ സമയമുണ്ട്. മറ്റേ ഹൃദയം എല്ലാം സെക്കൻഡുകൾക്കകം, മിനിറ്റുകൾക്കകം എക്സ്പയർ ആയി പോകും. പിന്നെ മസ്തിഷ്ക മരണം സംഭവിക്കണം. മസ്തിഷ്ക മരണം ഈ കുറച്ച് നാൾ മുന്നേ അടുത്തൊരാൾ സംഭവിച്ചിരുന്നു. അദ്ദേഹം ജീവിതത്തിലെ ആള് എഴുതി ഒപ്പിട്ട് എല്ലാം തയ്യാറാക്കി രജിസ്റ്റർ ചെയ്തിട്ട് വ്യക്തിയായിരുന്നു. അദ്ദേഹം കുറച്ച് ദിവസം സൂര്യാണ്ട് കിടന്നു. അദ്ദേഹം ഒരു ഘട്ടത്തിൽ മരിച്ചപ്പോൾ യാദൃശ്ചിക വിഷമത്തോടു കൂടിയിട്ട് തന്നെ അവിടുത്തെ ഒരാൾ പറഞ്ഞു എൻ്റെ അടുത്ത്, ചേട്ടാ ഒരാൾ പോലും ഇത് ലീഡ് ചെയ്ത് ഇത് എടുക്കാനായിട്ട് മുൻകൈ എടുക്കണ്ടേ, അത് കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളെല്ലാം ഒന്നും തന്നെ എടുക്കാനായിട്ട് സാധിച്ചില്ല. അത് വലിയ വിഷമത്തോടെ ഇത് പറഞ്ഞാണ്. അപ്പോൾ അത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും സമ്മതത്തോടെ ആഗ്രഹത്തോടെ കൂടിയിട്ട് ആള് എഴുതി വെച്ച് രജിസ്റ്റർ ചെയ്തതാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ ആർക്കും നമ്മുടെ ജീവിതത്തിലെ, സമൂഹത്തിലോ, നമ്മുടെ വീട്ടിലോ ഒരിക്കലും ഉണ്ടാവരുതെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. പിന്നെ എൻ്റെ കൂട്ടുകാരൊരു ടൂർ പോയി ഒരു ദിവസം മൂന്നാറിലേക്കാണെന്ന് തോന്നുന്നുണ്ട്. മൂന്നാറിലേക്ക് തിരിച്ച് വരുന്ന വഴി അവരൊരു 10 മണിയായില്ലേ, 10:30 ആയോട് കൂടിയിട്ട് അവരൊരു ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറി. ഭക്ഷണം കഴിഞ്ഞിട്ട് പുറത്ത് അവിടെ നിന്ന് വിശ്രമിക്കായിരുന്നു. ആ സമയത്ത് നല്ലൊരു മഴക്കാരുണ്ടായിരുന്നു, നല്ല കൂനായിരുട്ട്. ആ ഘട്ടത്തിൽ പെട്ടെന്ന് കറണ്ട് പോയ വഴിക്ക് ഞങ്ങളെല്ലാവരും നിൽക്കുന്നുണ്ട് പുറത്ത്. അപ്പോൾ ഒരാൾ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു, അയ്യോ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയേ എന്ന് പറഞ്ഞിട്ട് ഓളിട്ടു. അയ്യോ കണ്ണ് പോയേ എന്ന് പറഞ്ഞിട്ട് ഓളിട്ടു. ഞങ്ങൾക്ക് തോന്നി കണ്ണിൻ്റെ കാഴ്ച പോയോ, ആകിരിട്ട്. പെട്ടെന്ന് കറണ്ട് പോയപ്പോൾ ആകിരിട്ടായി. പക്ഷേ ഞാനിത് പറയാൻ കാരണം ഇത്രയ്ക്കുള്ളോ നമ്മുടെ കാര്യം. കണ്ണിൻ്റെ കാഴ്ച പോകാനായിട്ട് ഈ ഒരു നിസ്സാര പെട്ടെന്ന് അവന് പറഞ്ഞ് മനസ്സിലായില്ല, എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയല്ല കറണ്ട് പോയി എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾക്ക് 2 മിനിറ്റ് വേണ്ടി വന്നു. പക്ഷേ ഇത് ഇത്രയ്ക്കുള്ളൂ. കുറച്ച് നാൾ മുന്നേ കൊച്ചിയിലുള്ള ഒരാളുടെ നാഷണൽ പെർമിറ്റ് ഡ്രൈവറാണ്. ലോറി ഓടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ ഒരു വേദന വന്നു. ആള് പറയാ, ഉദയസൂര്യൻ ഉരിച്ചു നിൽക്കുന്നതാണ് എൻ്റെ ലാസ്റ്റ് കാഴ്ച കണ്ടത്. അദ്ദേഹത്തിൻ്റെ കാഴ്ച ആ സമയത്ത് പോയതാ. പിന്നെ ഇതുവരെ കാലത്ത് തിരിച്ചു കിട്ടിയിട്ടില്ല. ആൾക്ക് നേരത്തെ ഈ പടലം മാറ്റി വെച്ചുകൊണ്ട് കാഴ്ച തിരിച്ചു കിട്ടില്ല. കാരണം ആൾ ഞരമ്പാണ് വീക്കായത്. അപ്പോൾ നമ്മളുടെ കണ്ണുകൾക്കും എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു പാഠം പറയുന്നത് മാത്രമേ. പിന്നെ ഗവൺമെൻറ്റിൽ നിന്നുള്ള സംവരണത്തിലെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പെർഫോമൻസ് അന്തരക്കാണ്. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്.
ഇരുട്ടിലാക്കുന്ന ഒരു സംവിധാനമാണ് കണ്ണിൻ്റെ കാഴ്ച. അപ്പോൾ അത് അവർക്കാണ് ഏറ്റവും കൂടുതൽ സംവരണം. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള അംഗവൈകല്യമുള്ള വ്യക്തികൾക്ക് കൊടുക്കുള്ളൂ. കാലിനായാലും കൈക്കായാലും ആണ് ആദ്യം കണ്ണ് കാണാത്തവരാണ് കൊടുക്കുക. അപ്പം അത്രയും വിലയുണ്ട് കണ്ണിൻ്റെ വിലയ്ക്ക്. പിന്നെ അത് നമ്മൾ ഒരിക്കലും സാഹചര്യം പാഴാക്കരുത്. പിന്നെ പ്രൊസീജിയറുകൾ പറയാം. ഇത്രയും നമ്മളിപ്പോൾ ഞാൻ പറ്റിയത് കണ്ണിൻ്റെ കാഴ്ചയുടെ പ്രാധാന്യത്തെ പറ്റിയാണ്. എന്താണ് നേത്രദാനം എല്ലാവർക്കും അറിയോ? ആരെങ്കിലും നേത്രദാനം നടത്തിയ ബോഡി വല്ലവരും കണ്ടിട്ടുണ്ടോ? നേത്രദാനം നടത്തിയ ബോഡി വല്ലവരും കണ്ടിട്ടുണ്ടോ? ഈ ഒന്ന് കൈബന്ധിക്കുമോ? നേത്രദാനം പറ്റി എന്തെങ്കിലും വല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. കണ്ണുകൾ നമുക്ക് യാതൊരു കാരണവശാലും തിരിച്ചറിയില്ല ഒരാളുടെ നേത്രദാനം നടത്തിയ ബോഡിയാണ് എന്നുള്ളത്. അതാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ കഴിവ്. ഈ കുറച്ച് നാൾ മുന്നേ ഒരു സിനിമ നടൻ മരിച്ചിരുന്നു തെലുങ്കാനയിൽ. 4 പേർക്കാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ച കൊടുക്കാൻ പറ്റിയത്. ആ ടെക്നോളജി നമ്മുടെ കേരളത്തിൽ വന്നിട്ടില്ല. എങ്കിലും കാലക്രമേണ വരാം. 4 പേർക്ക് കാഴ്ച കൊടുക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ദാനം ചെയ്തു. അത് നിങ്ങളെല്ലാവരും പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കണ്ണുകളുടെ അപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ ഒരു ബോഡിയിൽ കോയൻ വെച്ചോക്കണം. ബോഡിയിൽ കണ്ണിൻ്റെ മുകളിൽ ഒരു വരെ കോയൻ വെച്ചോക്കണം. ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചോളെന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ ചേച്ചി പറയാ, ചേട്ടാ കണ്ണുകൾ തുറന്നിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഈ ഒരു വൃത്തികേട് പോലും നേത്രദാനം നടത്തിയിട്ടുണ്ടാവില്ല. അതായത് അവർ കണ്ണുകൾ തുറന്നൊരു ഇങ്ങനെ ഒരു നേത്രപടം എടുക്കുകയാണെങ്കിൽ അവർ ഭംഗിയായിട്ട് കണ്ണുകൾ അടച്ചു വെച്ചിട്ടാണ് പോകുക. അപ്പോൾ ഈ ഒരു തുറന്നിരിക്കുന്ന വൃത്തികേട് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അടച്ച് ചേട്ടൻ എടുത്തോ, യാതൊരു തടസ്സമില്ല ഞങ്ങളുടെ ഇത്. അപ്പോൾ അവർ ഒരു വരെ കോയ എടുത്ത് ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതത്തോടെ ഞങ്ങൾക്ക് സമ്മതം തന്നു. അപ്പോൾ ഈ ഒരു വൃത്തികേട് ഉണ്ടെങ്കിൽ പോലും പരിഹരിക്കാൻ പറ്റാവുന്ന ഏറ്റവും ഒരു കാര്യമാണ് നേത്രദാനം. അറിയാം, കണ്ണുകൾ തുറന്ന് ഒരു പാടം മാത്രം എടുത്ത് കണ്ണുകൾ അതിനെ അടച്ചു വയ്ക്കും. ഇതാണ് നമ്മുടെ 25 മിനിറ്റ് മാക്സിമം നമുക്കിതിന് ചെയ്തു വരാനുള്ള. വീട്ടിൽ വന്നിട്ട് അവരെ വിളിച്ച് കഴിഞ്ഞാൽ അവർ 25 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ അവർക്ക് ഇവിടെ വന്നെടുക്കാനായിട്ട്. എത്തേണ്ട ഒരു 3/4 മണിക്കൂർ. LF അങ്കമാലിയിൽ നിന്ന് ഇത്ര പേരായി ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടല്ലോ, ആ ഒരു സമയം മാത്രമേ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. വേറെ അധികം സമയമൊന്നും പിടിക്കില്ല. പിന്നെ 6 മണിക്കൂറാണ് നമ്മുടെ സാധാരണ നേത്രദാനം നടത്താനുള്ള സമയം. ഫ്രീസറിലാണ് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്കൂറുണ്ട് നമുക്ക്. ഈ 12 മണിക്കൂറിൻ്റെ ഉള്ളിൽ എടുത്താൽ മതി. അങ്ങനെ ആക്സിഡൻറ്റ് കേസുകളും നമുക്ക് എടുക്കണമെന്ന് തടസ്സമില്ല. പോലീസിൻ്റെ പെർമിഷൻ വേണം. ഞങ്ങൾ 3 ആക്സിഡൻറ്റ് കേസുകൾ എടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടെ, അതിനെ വിളിച്ചിട്ട് എന്തെങ്കിലും അറിയുന്ന കാര്യം ഉണ്ടെങ്കിൽ. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് ഒന്ന് കാഴ്ച ലഭിക്കാൻ, നമുക്ക് കാഴ്ച ലഭിക്കാനാണ് ഇത് ഫസ്റ്റ് പെർഫോമൻസ്. പിന്നെ 7-8 ടെസ്റ്റ് നടത്തും. ഒരു നേത്രപടം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ടാണ് നമ്മൾ കാഴ്ചയ്ക്ക് ഉപയോഗിക്കുക. രണ്ടാമത്തെ ഒരു ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ അണുബാധ കയറി പഴുപ്പ് വരും. അവർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുള്ള എനിക്ക്, ഞാനറിയാം നിങ്ങൾക്ക് പലരും വർഷം ജോലിക്കാരനാണ് ഞാനും. അപ്പോൾ കണ്ണിൻ്റെ പഴുപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴുപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന സർജറിയാണ് നേത്രപടലം മാറ്റിവെക്കൽ. കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടില്ല, പഴുപ്പ് കയറി പോകാതിരിക്കാൻ, അല്ലെങ്കിൽ കണ്ണിൻ്റെ ബോളടക്കം എടുക്കേണ്ട സ്ഥിതി വരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ നേത്രപടലം മാറ്റി വയ്ക്കുന്ന ഒരു സിസ്റ്റത്തിനും കൂടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പഠനാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് കണ്ണിൻ്റെ കാര്യം. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു രാജൻ എന്ന പറഞ്ഞ വ്യക്തിയുടെ ഭാര്യയ്ക്ക് കണ്ണുകൾ ഇപ്പോൾ കുറേശ്ശെ കണ്ണ് മങ്ങിക്കൊണ്ടിരിക്കുക. ഇവർക്ക് ഒരു കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വന്നപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ രാജ്യം പറയണ്ട ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ഇപ്പോൾ പാത്രങ്ങളൊക്കെ തട്ടിക്കളയാം ഈ ചേച്ചി. അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ എന്താ പാത്രങ്ങൾ, അപ്പം നോക്കിയപ്പോൾ അവരുടെ കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു വേറെ ഒന്നും ഒരു പരിഹാരമില്ല, ഇതിന് കണ്ണുകളുടെ പാടം മാറ്റി വയ്ക്കില്ല, നേത്രദാന പടലം മാറ്റി വയ്ക്കില്ല, നമുക്കിതിന് പരിഹാരമുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ചേച്ചിയുടെ കുടുംബത്തിലെല്ലാവർക്കും ഉണ്ട്. ചേച്ചിക്കും ഉണ്ട്, ഇവൾക്കും ഉണ്ട്, അമ്മയ്ക്കും ഉണ്ട്. കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു കംപ്ലൈൻ്റ് ആയിരുന്നത്. അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയിട്ട്, കോയമ്പത്തൂർ അരവിന്ദിൻ്റെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവരിപ്പോൾ ഈ അടുത്ത് കുറച്ച് നാളായി, 2-3 വർഷമായി. ഇപ്പം രണ്ടാമത്തെ കണ്ടിട്ട് കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പം അവരവിടെ ബുക്ക് ചെയ്തിട്ട് പോകാൻ നോക്കുക. അവിടുന്ന് വിളി വരാനനുസരിച്ച് ഇപ്പോൾ രണ്ടാമത്തെ കണ്ടിട്ട് നേത്ര പഠനം മാറ്റി വയ്ക്കാൻ അവർക്ക് പോകണം കോയമ്പത്തൂർക്ക്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നീ LF നീ സമീപിച്ചോ, LF നമുക്ക് പരിചയത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇത്ര ദൂരം അവിടെ പോയി ചെയ്യേണ്ട, LF ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ 3 പേർക്ക് നേത്രദാനം മാറ്റി വെച്ച കേസിൽ 3 പേര് സ്ത്രീകളാണ്. എൻ്റെ അയൽക്കാരനാണ്, അവൻ്റെ ഭാര്യയും കണ്ണുകൾ മാറ്റി വെച്ചിട്ടുള്ള വ്യക്തിയാണ്, കല്യാണം കഴിഞ്ഞ് വന്നതാണ്. പിന്നെ വേറൊരാൾ ആണെൻ്റെ ടൈല്, സോറി.
അങ്ങനെ LF രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ഇപ്പോൾ ലീസ്റ്റിൽ 18